സോ ഗൈസ്, ഇന്ന് ആഗസ്റ്റ് 28 നമ്മൾ ഇന്ന് രാവിലെ ലോക അതേപോലെ തന്നെ ഹൃദയപൂർവ്വം റിലീസായിരുന്നു. സോ നമ്മൾ രണ്ടും പോയി കണ്ടിട്ടുണ്ട്. ഓരോ ആൾക്കാർ വെച്ച് ഞാൻ ഹൃദയപൂർവ്വം കണ്ടു, ആൾ ലോക കണ്ടു. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങൾ ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ രാവിലെ തന്നെ നിങ്ങളിലേക്ക് റിവ്യൂസ് എത്തിക്കാനായിട്ടായിരുന്നു. ഇപ്പോൾ ലോക എങ്ങനെയുണ്ട്? ലോക വളരെ നല്ലൊരു സിനിമയാണ്. ഇതൊരു സൂപ്പർ ഹീറോ പടമാണ്, ആസ് എവരി വൺ നോസ്. ഇത് പിന്നെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഡൊമിനിക് അരുൺ പ്ലാൻ ചെയ്തേക്കുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ. അപ്പോൾ യൂഷ്വലി എല്ലാ സിനിമാറ്റിക് യൂണിവേഴ്സസും അല്ലെങ്കിൽ ഈ സീക്വൽസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന പടങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഫസ്റ്റ് പടം അവർ അത്ര ഫൗണ്ടേഷൻ കൊള്ളൂലേ, ഫൗണ്ടേഷൻ അത്ര ബേസ് നല്ലതായിരിക്കില്ല. അപ്പോൾ നമുക്ക് ആ സീക്വല് കാണാൻ നമുക്കൊരു താല്പര്യമല്ല. ഇതിപ്പോൾ കഥ ബിൽഡ് ചെയ്തെടുക്കാനായിട്ടുള്ള നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അടുത്ത പടത്തിലേക്ക് എത്താൻ എന്തിനാ കാണണേ എന്നുള്ളൊരു പോയിന്റ് എത്തും. ഇവിടെ അതല്ല ഇഷ്യൂ. ഇവിടെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത പടം എന്താണെന്ന് അറിയാനുള്ള അത്രയും ക്യൂരിയോസിറ്റി നല്ല രീതിക്ക് ബിൽഡ് ചെയ്താണ് ഡൊമിനിക് അരുൺ പടം ഡയറക്റ്റ് ചെയ്തും റൈറ്റ് ചെയ്തും കൊണ്ടുപോയിരിക്കുന്നത്. എസ്പെഷ്യലി ദ യൂണിവേഴ്സ് എങ്ങനെ സെറ്റപ്പ് ചെയ്ത് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെങ്കിലും ഇതിലെ ക്യാമിയോസ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഓർഗാനിക്കായിട്ടും അറ്റ് ദ സെയിം ടൈം നമുക്ക് ജസ്റ്റിഫൈ, നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ തോന്നും, ഓക്കെ ഇതിലെ കുറേ എനിക്ക് പേരുകൾ പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഇതിലെ ഒന്ന് രണ്ട് ക്യാമിയോസ് കാണുമ്പോൾ തന്നെ നമ്മൾ അടുത്ത പടത്തിലേക്ക് നമ്മൾ അത്രയും ആൻറ്റിസിപ്പേറ്റഡ് ആവും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ലെവലിലുള്ള ക്യാമിയോസ് ഉണ്ട്, അത്യാവശ്യം ക്യാമിയോസ് ഉണ്ട്. അപ്പോൾ ആൾക്ക് നല്ല രീതിക്ക് പടം വർക്കായിട്ടുണ്ട്. പറഞ്ഞു ഇനി ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് പോകാനാണെങ്കിൽ സിനിമറ്റോഗ്രഫി വെച്ച് തുടങ്ങാം. നിമിഷ് രവി ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ ജോബ് ഹിയർ. ഐ ഹാവ് ടു സേ ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് വിഷ്വലി ബ്യൂട്ടിഫുൾ ഫിലിംസ് ഫ്രം മലയാളം ദിസ് ഇയർ, ഹാൻഡ്സ് ഡൗൺ. ഈ കൊല്ലത്തെ ഞാൻ കണ്ടേക്കണതിൽ ബെസ്റ്റ് വിഷ്വലി ബ്യൂട്ടിഫുൾ പടം മലയാളത്തിൽ നിന്ന് ഇത് തന്നെയാണ്. ഇപ്പോൾ മ്യൂസിക് ആണെങ്കിൽ ജെയ്ക്സ് ബിജോയ് ഹാസ് ഡൺ എൻ അമേസിങ് ജോബ് ഹിയർ. കാരണം ജെയ്ക്സ് ബിജോയിൻ്റെ എല്ലാം സ്കോർ ആണെങ്കിലും മ്യൂസിക് സോങ്സ് ആണെങ്കിലും എല്ലാം ആ കറക്റ്റ് എലിവേറ്റ് ചെയ്യേണ്ട പോയിന്റിലാണ് നന്നായിട്ട് നമ്മളെ എലിവേറ്റ് ചെയ്യിപ്പിക്കും. ആ സോങ്സ് ആണെങ്കിലും ഇത് ഈ ലോകത്ത് ഭയങ്കര ഡിസേർവിങ് ആയിട്ടുള്ള സോങ്സാണ്, അല്ലാതെ ഈ മറ്റേ വിയർഡ്ലി പ്ലേസ്ഡോ അങ്ങനത്തെ ഒരു മൂമെൻറ്റ് എനിക്ക് പടത്തിൽ തോന്നിയില്ല. ഇച്ചിരി പേസിങ് ഇഷ്യൂസ് അവിടെ ഇവിടെ അല്ലാതെ, ബട്ട് ദാറ്റ്സ് എ വെരി മൈനർ പിക്കോൺ, അത് ഞാൻ കൂട്ടുക പോലുമില്ല. പിന്നെ ഇനി അടുത്ത വേറെ ആസ്പെക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിൽ ചമൻ ചാക്കോ ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. ഇതിൽ എസ്പെഷ്യലി ഒരു പോർഷൻ ഉണ്ട്, വിജയരാഘവൻ ഒരു കഥ പറയുന്നുണ്ട് ഒരു കൊച്ചിനോട്. അപ്പോൾ അതും പ്രസൻറ്റ് ടൈമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അത് അത് കണ്ടു വന്നപ്പോൾ ഐ വാസ് കൈൻഡ് ഓഫ് ഇത് എങ്ങോട്ടാ പോണേ, ബട്ട് ബൈ ദി എൻഡ് ഇറ്റ് മെയ്ഡ് സെൻസ്, വിച്ച് ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് ഇറ്റ് ടു ബി. ആൻഡ് ഇനി അതിൻ്റെ അടുത്ത വേറെ മെയിൻ ആസ്പെക്ട്സിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ മേജർ പ്രശ്നം ഈ പടത്തിൻ്റെ പെർഫോമൻസസ് ആണ്. എസ്പെഷ്യലി ദ മെയിൻ ടു ലീഡ്സ് നെസ്ലിൻ, കല്യാണി പ്രിയദർശൻ. നെസ്ലിൻ ഇവിടെ അങ്ങനെ എക്സ്ട്രോർഡിനറി, ഹീ ജസ്റ്റ് പ്ലേഡ് ഇൻ ഹിസ് കംഫർട്ട് സോൺ ടു ബി ഓണസ്റ്റ്. പുള്ളി അങ്ങനെ വലിയ എക്സ്പ്ലോർ ചെയ്യാൻ പുള്ളിക്ക് അങ്ങനെ ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല, ബട്ട് എന്നാലും പുള്ളിയുടെ ആയിട്ടുള്ള ഒരു ചാർം കൊണ്ടുവരായിരുന്നു. ബട്ട് ഒരു യൂഷ്വൽ നമ്മൾ കാണുന്ന നെസ്ലിൻ തന്നെ, അല്ലാതെ വ്യത്യസ്തമായ ഒരു നെസ്ലിൻ ഇതിലില്ല. ഇതൊരു സൂപ്പർ ഹീറോ പടമാണ്. ഇതൊരു കല്യാണി പ്രിയദർശനെ ബേസ് ചെയ്താണ് ഈ ഫുൾ പടം പോകുന്നത്. പക്ഷേ അവിടെയാണ് എൻ്റെ അടുത്ത പ്രോബ്ലം. കല്യാണി പ്രിയദർശൻ ഈ പടത്തിലെ എൻ്റെ അഭിപ്രായത്തിൽ 90% ഓഫ് ടൈം ഒരു പോക്കർ ഫേസ് എക്സ്പ്രഷനാണ് പുള്ളിക്കാരത്തി. അല്ലാതെ സട്ടിൽ ആവാൻ പറ്റുന്ന മൂമെൻറ്റ്സിൽ പുള്ളിക്കാരത്തി ആ ഒരു ഡിഫറൻസ് നമുക്ക് എവിടെയും തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എക്സെപ്ഷണൽ ആക്ടർ ഒരു പെർഫോമൻസ് എന്ന് തോന്നത്തക്കം ഒന്നും എനിക്ക് കല്യാണി ഇതിൽ ചെയ്തിട്ടില്ല പേഴ്സണലി ഫോർ മീ. ഇതിൽ ഞാൻ ഒരു സ്റ്റാൻഡ് ഔട്ട് പറയുകയാണെങ്കിൽ ചന്തു സലീം കുമാർ ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. പുള്ളി സപ്പോർട്ടിംഗ് കാസ്റ്റിലാണെങ്കിലും ഹി ഹാസ് ഡൺ ഇനഫ് ടു ലീവ് എ മാർക്ക് ഓൺ ഇറ്റ്സ് ഓൺ. അരുണും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ടിംഗ് കാസ്റ്റ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മെയിൻ പ്രശ്നം വരുന്നത് ടു മെയിൻ ലീഡ്സിലാണ്. കാരണം അവർക്ക് കുറച്ചും കൂടി ഒരു ഡെപ്ത് കൊടുക്കാൻ പറ്റിയ ക്യാരക്ടറായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി പെർഫോമൻസിൽ നമുക്കൊരു വേരിയേഷൻ കണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പടത്തിലേക്ക് നമ്മൾ ഭയങ്കര ഒരു എറർ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫ്ലോ ഇല്ലാത്ത പടമായിട്ട് വേണമെങ്കിൽ ഇത് കൺസിഡർ ചെയ്യായിരുന്നു. കാരണം ബാക്കി എല്ലാ രീതിക്കും ഈ പടം ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഞാൻ ഭയങ്കര റെയർലിയേ പറയാറില്ല മലയാളത്തിൽ, എസ്പെഷ്യലി മലയാളം എപ്പോഴും ടെക്നിക്കൽ സൈഡ് നോക്കണതാണെങ്കിലും ഈ പടം ഐ ഹാവ് ടു സേ നമുക്കിത് വേറെ ഏത് സ്റ്റേറ്റിലെ ആൾക്കാർക്കും വേണ്ടി നമുക്ക് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാം. കാരണം അതിനുള്ളതുണ്ട് ഈ പടം. ആൻഡ് അടുത്ത വേറെ കാര്യം, ഇത് തിയേറ്ററിൽ ചെന്ന് മാക്സിമം ഇഫ് യു ഹാവ് ദ ചാൻസ് പ്ലീസ് ഗോ വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് വിച്ച് ഹാസ് വെരി ഗുഡ് സൗണ്ട് ആൻഡ് വെരി ഗുഡ് വിഷ്വൽസ്. അതുണ്ടെങ്കിൽ അത് അത്രയും നമ്മുടെ എക്സ്പീരിയൻസിന് അത്രയും നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യും. കാരണം ഇതിൻ്റെ സൗണ്ടും ഇതിൻ്റെ വിഷ്വൽസും പ്ലേസ് എൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ അങ്ങനെ ഒരു നല്ല തിയേറ്ററിൽ ഇത് തിയേറ്ററിൽ തന്നെ കാണുക. കാരണം ഇതൊരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ്. ഇത് OTT പോകുമ്പോൾ ഇറ്റ് സ്റ്റിൽ വർക്ക്സ്, ബട്ട്
ആ തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ മിസ്സാവും എന്നുള്ളൊരു ഫീലിംഗ് എന്തായാലും വരും. അപ്പോൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. ഇതാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഐ വുഡ് സേ ജസ്റ്റ് ഗോ വാച്ച് ദ മൂവി ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് ഫോർ യുവർ സെൽഫ്. കാരണം ഇത്രയും തന്നെ ഇപ്പം കാർത്തിക് പറഞ്ഞപ്പോൾ തന്നെ എനിക്കും ശരിക്കും പറഞ്ഞാൽ ഹൃദയപൂർവ്വത്തിൽ കയറണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു. അതിലോട്ട് ഞാൻ എന്താ, കാരണം ഞാൻ ആക്ച്വലി വളരെ എക്സ്പെക്റ്റേഷനോടാണ് പോയി ഈ പടം കണ്ടത്. കാരണം ഞാൻ ഈ പടത്തിന് വേണ്ടി അത്യാവശ്യം വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഇതിൻ്റെ കുറേ ക്ലിപ്പിങ്സ് ആണെങ്കിലും ഷൂട്ടിങ്ങിലെ ക്ലിപ്പിങ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ കണ്ട് ഒരു ഭയങ്കര ഒരു ലവബിൾ സാധനം, മോഹൻലാലിൻ്റെ തുടരും കഴിഞ്ഞിട്ടുള്ളൊരു നല്ലൊരു സാധനം ജമ്മു വരുന്നു എന്നുള്ളൊരു ഫീലിലായിരുന്നു ഞാനിരുന്നത്. അതിന് ബി ഓണസ്റ്റ് ഫസ്റ്റ് മോഹൻലാലിൻ്റെ ആശീർവാദിൻ്റെ ആനിമേഷൻസും പരിപാടിയൊക്കെ ഉണ്ട് മോഹൻലാലിൻ്റെ കുറേ കാലഘട്ടത്തിൽ. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഫസ്റ്റ് സിനിമയിൽ ഇങ്ങനെ സത്യനന്ദിക്കാട് സംവിധാനം പോയി സത്യനന്ദിക്കാട്, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലൊരു കുളിര, അവരുടെ ഒരു എവർഗ്രീൻ കോംബോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ ആ ഒരു നല്ലൊരു ഫീൽ, കാരണം നല്ലൊരു ഫീൽ ഗുഡ് പടം കാണാമെന്നുള്ളൊരു രീതി തന്നെയായിരുന്നു പോയത്. ഒരു ഫീൽ ഗുഡ് മൂവിൻ്റെ ഒരു നല്ല ആംബിയൻസ് പരിപാടികളെല്ലാം സിനിമയ്ക്കകത്തുണ്ട്. പടത്തിൽ സ്റ്റാർട്ടിങ്ങിൽ വരുവാണെങ്കിൽ കുറച്ച് സംഭവവികാസങ്ങൾ എന്നല്ല, ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് കഥ മൊത്തത്തിൽ പോകുന്നത്. പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്യുമ്പോൾ അത് ഇതിനും മാത്രം എക്സാജറേറ്റ് ചെയ്ത് ഒരു കഥയാക്കേണ്ട ആവശ്യം ഉണ്ടായെന്ന് നമുക്ക് തോന്നും. അതിന് മാത്രമുള്ളൊരു ഇതില്ല. ഒരു ഫീൽ ഗുഡ് മൂവി പോകുന്ന എപ്പോഴും ഒരു നോർമൽ മാൻ്റെ കഥ വെച്ചിട്ടായിരിക്കും. അത് ഇവിടെയും പോകുന്നുണ്ട്. പക്ഷെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഭയങ്കര നാടകം ടൈപ്പ് ഓഫ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കുറേ കാര്യത്തിൽ ഭയങ്കര ഗ്യാപ്പ് ഇട്ട് നല്ല ഒരു ടൈം ഡ്യൂറേഷൻ വന്നിട്ടാണ് സാധനങ്ങൾ പോകുന്നത്. പിന്നെ ഇപ്പം കുറെ ഡയലോഗ്സ് ആണെങ്കിലും കുറെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം ഒക്കെ ഒരു ഡ്രാമ കാണുന്ന പോലെ നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഒരു ഫീൽ കിട്ടണമല്ലോ. സിനിമ എന്ന് പറയുമ്പോൾ അത് കിട്ടുമ്പോഴാണ് നമുക്ക് വർക്കാം. അത് ഈ മൂവിയിൽ കുറവാണ്. നമ്മള് എന്തോ ഒരു കഥ കാണുന്നു, ആ ഒരു ഫീലില് പടമുണ്ട്. പിന്നെ പടത്തില് നമ്മളിങ്ങനെ ലാലേട്ടന്റെ പുതിയൊരു ലുക്കാണ്. കുറെ നാൾക്ക് ശേഷം പുള്ളിക്കാരൻ താടിയൊക്കെ എടുത്ത് ഇതൊരു മീശ വെച്ചിട്ടുള്ള ഒരു ലുക്കാണല്ലോ ഇപ്പൊ. അപ്പൊ ആ ഒരു ലുക്കില് പുള്ളി ഇങ്ങനെ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുക, അതിൻ്റെതായിട്ടുള്ളൊരു രസം പടത്തിനുണ്ട്. അല്ലാണ്ട് പടം എനിക്ക് വർക്കായിട്ടില്ല. ലാലേട്ടന്റെ ത്രൂ ഔട്ട് ദ പടം പുള്ളിയെ കാണാനായിട്ട് നമുക്ക് പോയിരിക്കും. പിന്നെ പുള്ളിയുടെ അഭിനയം ഇതിനകത്തല്ല. അതേപോലെ തന്നെ മാളവിക മോഹൻ, എടുത്തു പറയേണ്ട ഒരാളുണ്ട് സംഗീത് ഇതിനകത്ത് അവനാണ് ഇതിനകത്ത് ഞാൻ പറയും നമ്മളെ തിയേറ്ററിൽ കുറച്ചുകൂടെ ഒരു എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് സംഗീത് മോഹൻലാൽ കോമ്പിനേഷൻ ഉണ്ട്. അത് മറ്റേ ട്രെയിലറിലാണെങ്കിൽ ഒരു സീക്വൻസ് ഉണ്ടല്ലോ അപ്പൊ തന്നെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനത്തെ കോമ്പോസ്. അപ്പൊ ഈ ത്രൂ ഔട്ട് ഇങ്ങനെ പടങ്ങളിൽ കോമ്പോസ് കൂടെ സംഗീതമുണ്ട്. ഒന്ന് രണ്ട് സീനുകളിൽ ഒഴിച്ച് ബാക്കി അതൊക്കെ മാളവികയോടുള്ള സീനുകളിൽ അതാണ് സിനിമയ്ക്ക് വേണ്ടത്. അതൊഴിച്ച് ബാക്കി എല്ലാത്തിലും സംഗീതമുണ്ട്. സംഗീതിന്റെ സാധനം വർക്കാ. സംഗീതിന്റെ കോമഡി പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം. അത് ആളാണ് എനിക്ക് പടത്തിൽ ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത്. പിന്നെ സിദ്ദിഖിന്റെ ഒരു റോളുണ്ട്. എല്ലാം കുറച്ച് എന്താ പറയാ, എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അഭിനയം എന്താ കൂടുതൽ ഇച്ചിരി ഓവറായെന്നൊക്കെ പറയത്തില്ലേ, എക്സാജറേറ്റ് ചെയ്ത് അഭിനയിക്കുക. ഒരു നാടകത്തിൽ നമ്മളെ മറ്റേ ഒരു എക്സാജറേറ്റ് ചെയ്ത് കാണിക്കണമല്ലോ. കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സിദ്ദിഖിന്റെ ഒക്കെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ട്. ആള് എന്താ കറക്കിയെടുക്കാൻ നോക്കുന്ന രീതിയിലുള്ള, ഇപ്പം അളീനും ആയില്ല, അളീനെ കറക്കിയെടുക്കാൻ നോക്കുന്ന കുറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഓവറായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് റിയൽ ലൈഫിൽ കാണുമ്പോൾ ഫീൽ ചെയ്യണമല്ലോ, കുറച്ച് പൊട്ടത്തരം കലർന്ന ഒരു സംഭവം. അത് തന്നെ ലാലു അലക്സിനെ ഇപ്പൊ റീസെന്റ് ഉള്ള കുറച്ച് മൂവീസിലെല്ലാം അത്യാവശ്യം ഒരു പൊട്ടം കലർന്ന ഒരു കഥാപാത്രം, കുറച്ച് ഫണ്ണി എന്ന് വെച്ചാൽ ചെറിയൊരു പൊട്ടത്തരം ഉള്ള ഒരു കഥാപാത്രമാണ് കൊടുക്കുന്നത്. ഈ മറ്റേ ഇപ്പൊ ഗോൾഡ് പോലെയാണെങ്കിലും അതേ കൂട്ടൊക്കെ തന്നെയുള്ള ക്യാരക്ടേഴ്സാണ് കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇതിനകത്ത് ലാലു അലക്സിന് വന്നിട്ടുള്ളത്. മാളവിക മോഹൻ അത്യാവശ്യം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗീത എന്ന് പറയുന്ന നടിയുണ്ട്. ആളിലാണ് ഇതിനകത്ത് മാളവികയുടെ അമ്മയായിട്ട്. അപ്പൊ ആളുടെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനകത്തും എവിടെയൊക്കെയോ പോരായ്മകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു കുറെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് എത്ര പിടിക്കൂല. പിന്നെ പറയാനാണെങ്കിൽ സിനിമയിലെ കളറിങ്, ലുക്ക് ആൻഡ് ഫീല് നമ്മുടെ ആ പാട്ടിലും ആ ട്രെയിലറിലും ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ് ഈ തിയേറ്ററിലോട്ട് നയിക്കുന്നത്, അതിനകത്ത് വൺ ഓഫ് ദ സാധനമാണ് ഈ കളറിങ്.
കളറിങ്ങും മോഹൻലാലും. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ തന്നെ മോഹൻലാൽ മാത്രമുള്ളായിരുന്നു, പുള്ളി മാത്രം നിറഞ്ഞിരിക്കുക. പിന്നെ പടത്തിന് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പേര് ആപ്റ്റ് പേരാണ്, അതുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ സെൻസർ ബോർഡിന്റെ ലിസ്റ്റിലൊക്കെ കുറെ പേര് കണ്ട പോലെ തന്നെ പടത്തില് ബേസിലുണ്ട്, മീര ജാസ്മിൻ ഉണ്ട്. വലിയ റോളല്ലെങ്കിലും വന്നു പോകുന്നുണ്ട്. അവർ സുപ്രധാന ക്യാരക്ടേഴ്സ് പോകുന്നുണ്ട്. ക്യാമിയോ. പിന്നെ അൽത്താഫ് ഉണ്ട്, ബാബുരാജ് ഉണ്ട്. ബാബുരാജിനെയൊക്കെ ഇതേപോലെ ചെറിയ വേഷങ്ങളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ബാബുരാജിനൊക്കെ എടുത്തു പറയാനായിട്ട് വേഷങ്ങളുണ്ട്, ബാക്കി പറയുന്നവർക്കൊന്നും അത്ര വലിയ വേഷങ്ങളില്ല. പിന്നെ അതേപോലെ നല്ലതായിട്ട് എന്താ സംഗീത ജനാർദ്ദനുണ്ട്. ജനാർദ്ദൻ അത്യാവശ്യം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ജനാർദ്ദൻ ഇപ്പൊ കുറെ ആയെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ സിനിമയിൽ അധികം കാണുന്നുണ്ട്. ജനാർദ്ദൻ അധികം നല്ലതായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ജനാർദ്ദന്റെ ഒരു പഴയ സാധനം ഇല്ലേ ഇപ്പൊ ജയറാമിന്റെ കൂടെ ഒക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിലുള്ള ജനാർദ്ദനെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പടം എനിക്ക് അല്ലാണ്ട് ഒരു സ്റ്റോറിയിൽ എനിക്ക് വർക്കായിട്ടില്ല. സ്റ്റോറി അഖിൽ സത്യം സ്റ്റോറി വൈസ് എനിക്ക് വർക്കായിട്ടില്ല പടം. പിന്നെ ഞാൻ പറഞ്ഞില്ല, രണ്ടെനിക്ക് ഫീൽ ചെയ്ത ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് ഉള്ള രീതിയിൽ പോകുന്നു. ഈ രണ്ട് സാധനമാണ് എനിക്ക് പേഴ്സണലി എന്നെ ബോറടിപ്പിച്ചത്. എന്നെ ഒരു പടത്തിന്റെ മുക്കാൽ ഭാഗം എന്നെ ബോറടിപ്പിച്ചു. എന്നുവെച്ചാൽ പുള്ളിയെ കണ്ടിരിക്കുക, ഈ കളറിങ്ങിയ പരിപാടി എന്നുള്ള രീതിയിൽ നമ്മൾ വീഴാന്നല്ലാണ്ട് മുക്കാൽ ഭാഗം എന്നെ ബോറടിപ്പിച്ചു. പാട്ട് എങ്ങനെയുണ്ട്? പാട്ടിനെ കുറിച്ച് ഞാൻ പറയാൻ വരുമായിരുന്നു. പാട്ടിനെ കുറിച്ച് പറയുമ്പോ ആവശ്യമില്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് ഒരു പാട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് ഓൾറെഡി റിലീസും ചെയ്തിട്ടുണ്ട് യൂട്യൂബില്. ആ പാട്ട് വെൺമതി എന്നെന്തോ പറഞ്ഞ പാട്ടാണ് ശ്രീരാമിന്റെ. അത് ആവശ്യമില്ലാത്തടത്താണ് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ആ ഒരു സീക്വൻസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കൊണ്ടൊരു പാട്ട് ഇട്ടാക്കിട്ടിരിക്കും. അങ്ങനെയാണ് കൊണ്ടിട്ടേക്കുന്നത്. പിന്നെ ഈ കഥയ്ക്കെല്ലാം കാരണക്കാരനായിട്ടുള്ള ഒരാളുണ്ട്. ആള് മരിച്ചുപോയത്. ഈ ആളാരാന്ന് നമ്മളെ കാണിക്കത്തേ എന്നുവെച്ചാ അതിനകത്ത് ഒരു സീക്വൻസ് ഉണ്ട്. ആള് പറയും ഇങ്ങനെ മോഹൻലാൽ ആദ്യം ചോദിക്കും, ആളെ കാണിക്കാവും ചോദിക്കും. അപ്പൊ പറയും ഇല്ല ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടില്ല. പിന്നെ മകള് തന്നെ കാണിക്കാനായിട്ട് ഇങ്ങനെ വരും. കാണിക്കാനായിട്ട് വരുമ്പോൾ മോഹൻലാൽ വേണ്ട എനിക്കൊരു ആളുടെ രൂപമുണ്ട്, എനിക്ക് കാണേണ്ടത്. അപ്പൊ നമ്മളിങ്ങനെ അത് ആരായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെന്റ് ആണ്. കാരണം കഥ ത്രൂ ഔട്ട് പോകുന്ന ഈ ആളിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ആരായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെന്റ് ആണ്. മോഹൻലാൽ വേണ്ട, ആളുടെ ഒരു മുഖം എന്റെ മനസ്സിലുണ്ട്, എനിക്ക് കാണണ്ട. ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, ഫോട്ടോ തിരിച്ചു വെച്ചേക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വോയിസ് കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കും. ആളുടെ വോയിസ് റെക്കോർഡ്, പഴയ വോയിസ് റെക്കോർഡ് പ്ലേ ചെയ്യാനായിട്ട് കൊടുക്കും. അത് നമ്മളിപ്പോ വോയിസിൽ നിന്ന് പിടിക്കാന്ന് നമ്മളിരിക്കുമ്പോ ആ മോഹൻലാൽ വോയിസ് കേൾക്കാനായിട്ട് ഇങ്ങനെ വെക്കും. ഒരു പാട്ട് കൊണ്ടിടും, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു BGM ഉണ്ട്. അപ്പൊ നമുക്ക് അത് അവിടെ നിന്നും കിട്ടൂല. എന്നുവെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമെങ്കിലും കാണിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും വെച്ചിട്ട് ആളിനെ കാണിക്കുന്നേ ഇല്ല. ഒരു ക്യാരക്ടറെങ്കിലും ചുമ്മാ പ്ലേസ് ചെയ്യാന്നുള്ള എന്റെ ഒരു ഒപ്പീനിയൻ ആണ്. പിന്നെ എഡിറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ആവശ്യമില്ലാതെ കൊണ്ട് സൗണ്ട് എഫക്ട്സ് കൊണ്ടിട്ടിട്ടുണ്ട്. എന്നുവെച്ചാല് അത് ഒത്തിരി ബോറടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിലും ഈ ഡ്രാമാസിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഉള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാനായിട്ടൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള കുറെ നമ്മളൊരു നോർമൽ സിനിമ കാണുന്ന ഒരു ഫീൽ കിട്ടത്തില്ല. മനസ്സിലായി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. റെക്കമെൻഡ് ചെയ്യുന്ന മോഹൻലാൽ ഫാൻസിന് മോഹൻലാലിനെ കാണണമെങ്കിൽ ആ മനുഷ്യന്റെ കുറെ നാൾക്ക് ശേഷമുള്ള ഒരു പുതിയ ലുക്ക്, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫീൽ ഗുഡ് ആംബിയൻസ്, ആ ഒരു കളറിങ് പരിപാടിയിലൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട്. പിന്നെ ആ ഒരു രീതിയിൽ പോയി കാണാന്നല്ലാണ്ട് പിന്നെ ചുമ്മാ നേരം പോക്കിനായിട്ട് കയറി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുക. അല്ലാണ്ട് തിയേറ്ററിൽ തന്നെ പോയി ഈ പടം കാണണം, 10-20 രൂപ കൊടുത്ത് ഈ പടം കാണണമെന്നൊന്നും ഞാൻ പറയൂല. ലോക ഇപ്പൊ ആള് പറഞ്ഞു വെച്ചിട്ട് എനിക്ക് പോയി കാണണം എന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ ലോക പോയി തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും. കാരണം അത് ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണെന്ന് പറയുന്നുണ്ട്. സോ അത്രയൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം എന്തെങ്കിലും വേറെ പറയാനുണ്ടോ? ലോക അഗൈൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ ചെന്ന് കാണുക. കാരണം ഇതൊരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസിനുള്ളതിനാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അത് നമ്മൾ തിയേറ്ററിൽ ചെന്ന് കണ്ടില്ലെങ്കിൽ നമുക്ക് ആ എക്സ്പീരിയൻസിൻ്റെ പകുതി അവിടെ മിസ്സാവും. ഇത് OTT-ലും നല്ലതായിരിക്കും, പക്ഷേ ബിഗ് സ്ക്രീനുള്ളതുണ്ട്. ഇറ്റ് ഈസ് വർത്ത് ഗിവിങ് ദാറ്റ് പ്രൈസ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഹൃദയപൂർവ്വം കണ്ടവരാണെങ്കിലും ലോക കണ്ടവരാണെങ്കിലും നിങ്ങൾക്ക് ഏതാണ് വർക്ക് ആയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസങ്ങളിലായിട്ട് പുതിയ മൂവീസിൻ്റെ അപ്ഡേറ്റുകളും അതേപോലെ തന്നെ മൂവീസിൻ്റെ റിവ്യൂസും ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും. സോ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.